കാവാപുത്തി ഇന്തോനേഷ്യ വേറൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമാണ്. അഥവാ ഒരു വെറൈറ്റി മണ്ണും വെറൈറ്റി മരങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി മനുഷ്യരും വെറൈറ്റി പ്രകൃതിയും. ആഹാ, നമ്മളിപ്പോൾ ഉള്ളത് കാവാപുത്തി എന്ന് പറയുന്ന വെസ്റ്റ് ജാവയിലുള്ള ഇവിടുത്തെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലാണ്. ജക്കാർത്തയിൽ നിന്ന് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താൻ കഴിയും. പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അഥവാ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ട് ആ സ്ഥലത്ത് ഉണ്ടായി തീർന്ന തടാകമാണ് കാവാപുത്തിയാണ്. കാവാപുത്തിയാണ് ഇതിന് പറയാം. അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും സൾഫർ കത്തുന്നത് കാണാൻ കഴിയും. സൾഫറിനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ആക്റ്റീവാണ്. ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു നാച്ചറും അതുപോലെ ഈ സാൻഡ്, ഈ ഇവിടെയുള്ള ഈ വൈറ്റ് മണ്ണ് സിന്നിൻ്റെയൊക്കെ അസുഖങ്ങൾക്ക് മരുന്നാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നല്ല തണുത്ത പ്രദേശമാണ്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം സമയം നട്ടുച്ച സമയം കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു സ്ഥലങ്ങളൊക്കെ ഒരു മൊഞ്ച് നല്ല രസമാണ്. അഥവാ ഒരു വെറൈറ്റി മണ്ണും വെറൈറ്റി മരങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി മനുഷ്യരും വെറൈറ്റി പ്രകൃതിയും. ആഹാ, അമേസിങ്, മാഷാ അല്ലാഹ്, നല്ല രസമുണ്ടല്ലേ. ഈ വെള്ള മണ്ണാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭയങ്കര നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ല ഉപകാരപ്രദമാണ്. പിന്നെ അവിടെയൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ സൾഫർ ഇതാ കുറച്ച് കത്തൽ കൂടിയിട്ടുണ്ട്. ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പരല്ലേ, മൂപ്പരെ പ്രത്യേകമായിട്ട് ഇടണം. ഇതാണ് നമ്മുടെ ഡ്രൈവർ. മൂപ്പര് ജക്കാർത്തക്കാരനാണ്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ചിരിക്കുകയാണ്. നല്ല ദുർഗന്ധം ഉണ്ടാവും, നല്ല സുഗന്ധം ഉണ്ടാവും. അത്യാവശ്യം നല്ല സ്മെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇതിൽ നിന്ന്. കാരണം ഈ സൾഫർ കത്തുന്ന ini bau sulfur. Ya. Ya, bau sulfur. Ada banyak. Tapi di air aman. Di air nggak ada sulfur. Ada sedikit. Nggak ada masalah. Tidak seperti Ijen. Ya. Oke. Ijen എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. മൗണ്ട് ഇജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ജാവയിൽ ഒരു സ്ഥലമുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഡേഞ്ചറസ് ആണ്. ഇതുപോലെ തന്നെ കാഴ്ചയിലൊന്നായിരിക്കും, പക്ഷേ അതിൻ്റെ സൾഫറിൻ്റെ അളവ് അത്രയും കൂടുതലാണ്. തൽക്കാലം നമ്മൾ ഇവിടുന്ന് റിട്ടേൺ അടിക്കുകയാണ്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച. വേറെ മൂഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മൗണ്ട് ഇജൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അത്രയും സൾഫറിൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് ആ വെള്ളത്തിൽ കിട്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ട് ഫ്രീ ആയി കിട്ടും, അലിഞ്ഞു പോകും. എല്ലായിടക്കും ഒരുങ്ങുന്നാണ് പറയാറുള്ളത്. ബാക്കി ഇറങ്ങി നോക്കേണ്ടി അപ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഡേഞ്ചറസ് അല്ലെങ്കിൽ പോലും സൾഫറിൻ്റെ ഈ സ്മെല്ല് ഇവിടെയൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗർഭിണികൾ, ശ്വാസതടസ്സമുള്ളവർ, അങ്ങനത്തെ ആളുകളൊന്നും അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്, അത് ഹാർട്ടിനെ ബാധിക്കുന്നുള്ളവർക്ക്. ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റിന് ചിലവ് വരുന്നത് ഫോറിനേഴ്സിന് 90,000 രൂപയാണ്. അഥവാ നാട്ടിൽ ഏകദേശം ഒരു 470 ആ റേഞ്ചിൽ വരും. അപ്പോൾ ഒരാൾക്ക് 470 റേഞ്ചിൽ വരും. പക്ഷേ ഇക്ക് ഏകദേശം 31,000 ആയിട്ടുള്ളൂ. നാട്ടിൽ 160 രൂപയായിട്ടുള്ളൂ. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ID കാർഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടിക്കറ്റും കിട്ടും. സോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ചകൾ. ഈ സാധനം കാണാൻ കഴിയുന്നുണ്ട് അവിടെ. ഇത് ഇവിടുത്തെ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ സോപ്പുകളും കാര്യങ്ങളാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊലിക്ക് നമ്മളെ കുളിത്ത് പറഞ്ഞാൽ തൊലിക്ക് എന്താണ് മരുന്നാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കച്ചവടം ഇവിടെ പ്രത്യേകമായിട്ട് കാണാണ്ട്. അതാണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല അവിടെ സാക്കി പക്ക ഇനി ആജാ ആദ്യം മന്തി പക്ക ഇതു കാശി. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ അങ്ങനെ അത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഈ അലർജി പോലത്തെ തൊലിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. കാവാപുത്തി ഇന്തോനേഷ്യ വേറൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വരിക. ഇംഗ്ലീഷിൽ